ായ സഹാബാക്കൾ അവരാണ് നബിയെ കണ്ടവർ. നമ്മളാരും കണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ അത് പ്രവാചകനെ കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആ കണ്ട സഹാബാക്കൾ എങ്ങനെയാണ് ഹബീബിനെ സ്നേഹിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞ ദിവസം, മദീന കരഞ്ഞുപോയ ദിവസമാണ്. ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് അവിടുന്ന് ജനിക്കുന്നതും അവിടുന്ന് ലോകത്തോട് വിട പറയുന്നതും ഒരു 12-നാണ്. അന്ന് മദീന ഇരുട്ടായിപ്പോയി. വലിയ വലിയ സഹാബാക്കൾ പരിഭ്രമിച്ചു പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ധീരന്മാരായ സഹാബാക്കൾ പോലും വാക്കുകൾ കിട്ടാതെ, ആ പ്രവാചക വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ പരിഭ്രമിച്ചു പോയൊരു ഘട്ടമാണ് ആ വഫാത്തിന്റെ ദിവസം. അന്ന് അവിടുന്ന് വഫാത്തായത് അറിഞ്ഞ് ഒരു സഹാബിയുടെ മകൻ, വാപ്പ പണിയെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. തിരുനബിയുടെ വഫാത്ത് അറിഞ്ഞ് മകൻ വന്ന് തോട്ടത്തിൽ പണിയെടുക്കുന്ന വാപ്പയോട് പറയുന്നുണ്ട്, അബി അബി തൂഫിയ റസൂലുള്ളാഹ്, വാപ്പ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്. ഇത് കേൾക്കേണ്ട സമയം മനുഷ്യൻ ഫളായിൽ മെഅവല ഹദീസിൽ കാണാം, തന്റെ ആ കിടച്ചുകൊണ്ടിരിക്കുന്ന ആയുധം ആ തുമ്പ മാറ്റി വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈയും കണ്ണും ആകാശത്ത് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ അഅ്ബിദ് ബസറിയ, എന്റെ 2 കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണേ പടച്ചോനെ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കണ്ണുകൊണ്ട് ഇനി എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് എന്റെ കണ്ണിന് കാഴ്ച വേണ്ട. തിരുനബിയെ ജീവനോടെ ഇനി കാണാൻ എനിക്ക് കഴിയില്ലെങ്കിൽ എനിക്ക് എന്റെ കണ്ണിന് കാഴ്ച വേണ്ട, എന്റെ കാഴ്ച നഷ്ടപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഇതെന്തൊരു സ്നേഹമാണിത്! അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് കണ്ണ്. അലം നജിഅൽ ലഹു ഐനൈനി, ഞാൻ നിനക്ക് 2 കണ്ണ് തന്നില്ലെന്ന് പടച്ചോൻ ചോദിക്കണ്ടു. കണ്ണ് എത്ര വലിയ അനുഗ്രഹമാണ്! ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താനാണ് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ട്? തിരുനബി വഫാത്തായി. അതൊരു സ്നേഹമാണ്. ആ സ്നേഹത്തെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. അന്ന് ജീവിച്ചിരുന്ന പ്രമുഖരായ സഹാബാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇവരാരും ഈ സ്നേഹം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ സ്നേഹം ഒരാൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് അയാളുടെ മനസ്സിൽ നിന്നുണ്ടായിത്തീരുന്ന രീതിയാണ് സ്നേഹത്തിന്റെ രീതി. ഉഹുദ് യുദ്ധ രണാങ്കളം, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പരിക്കുകൾ സംഭവിച്ചു. അവിടുത്തെ പല്ല് പൊട്ടി, മുഖത്തുനിന്ന് ചോര വന്നു. പ്രവാചകന്റെ ശരീരത്ത് അമ്പ് ഏൽക്കാതിരിക്കാൻ വേണ്ടി 6 വരുന്ന സഹാബാക്കൾ ചുറ്റും നിന്ന് വലയം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ശരീരത്ത് അമ്പ് കൊണ്ടാലും ആ തിരു ശരീരത്തേക്ക് ഒരു അമ്പ് കൊള്ളാൻ പാടില്ല. അവിടുത്തെ പല്ലിൽ പതിച്ച അത് പറിച്ചെടുക്കാൻ വേണ്ടി മാലിക് ഇബ്നു സിനാൻ എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹത്തോട് പറയുന്നുണ്ട്. മാലിക് ഇബ്നു സിനാൻ തന്റെ പല്ലുകൊണ്ട് അത് കടിച്ചെടുത്തു. മാലിക് ഇബ്നു സിനാനിന്റെ പല്ല് പോകുന്നുണ്ട്. അപ്പോൾ തിരുനബിയുടെ മുഖത്ത് ചോരയുണ്ട്. മാലിക് ഇബ്നു സിനാനോട് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, മാലിക് ഇബ്നു സിനാൻ ഈ ചോരയൊന്നും നീ തുടച്ചെടുക്കുക. അപ്പോൾ അദ്ദേഹം ആ ചോര തന്റെ നാവ് കൊണ്ട് നക്കിയെടുക്കുകയാണ്. തിരുനബിയുടെ മുഖത്തേക്ക് ആ നാവ് ചേർത്ത് വെച്ചിട്ട് നാവ് കൊണ്ട് ആ ചോര എങ്ങനെ തുടച്ചെടുക്കുകയാണ്. വിശ്വാസം അദ്ദേഹത്തോട് പറഞ്ഞ് തുപ്പിക്കളയുക. പക്ഷെ അദ്ദേഹം തുപ്പിക്കളഞ്ഞില്ല. അദ്ദേഹം അത് വിഴുങ്ങാണ്. ഇത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ അത് തുപ്പിയില്ല അല്ലേ, നീ വിഴുങ്ങിയല്ലേ. എന്റെ ചോരയും നിന്റെ ചോരയുമായി കൂടിക്കലർന്നിട്ടുണ്ട്, ഇനി നിന്നെ നരകം സ്പർശിക്കുകയില്ല. ഇതെന്തൊരു സ്നേഹമാണ്! തുപ്പിക്കളയാൻ പറഞ്ഞിട്ട് അദ്ദേഹം അനുസരിച്ചില്ല. പ്രവാചകൻ അനുസരിക്കൽ ബാധ്യതയാണ്, പക്ഷെ അനുസരിച്ചില്ല. ആ അനുസരണക്കേട് പോലും ഒരു സ്നേഹമാണെന്നും അത് നിന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്നും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. സിഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളാണിത്. എങ്ങനെ സ്നേഹിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അവിടുത്തെ ജീവിതം മുഴുവനും അവിടത്തോടൊപ്പം ജീവിച്ച തിരുനബിയുടെ സഹാബാക്കളാണ് എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു തന്നത്. ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, യമനിലെ കർണ് ഗോത്രക്കാരൻ, സഹാബിയല്ല അദ്ദേഹം. തിരുനബിയുടെ കാലത്ത് ജീവിച്ചിരുന്നയാളാണ്. പക്ഷെ നബിയെ കാണാൻ പറ്റിയില്ല. കാണാതിരിക്കാൻ കാരണം അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ടായിരുന്നു, പ്രായം ചെന്ന ഉമ്മ. ഉമ്മയ്ക്ക് ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഇദ്ദേഹം അല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ ഇദ്ദേഹം പ്രവാചകനെ കണ്ട് സഹാബിയാകാൻ പോയാൽ ഉമ്മയുടെ കാര്യം നടക്കൂല. ഇദ്ദേഹം തീരുമാനിച്ചു, ഞാൻ എന്റെ ഉമ്മയുടെ ഖിദ്മത്തുമായി കഴിഞ്ഞുകൂടും. ഉമ്മയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഞാൻ പോയി നബിയെ കണ്ട് സുഹബത്ത് സ്വീകരിക്കും. അല്ല, തിരുനബിയാണ് ആദ്യം വഫാത്താകുന്നതെങ്കിൽ ഇത് ഞാൻ വേണ്ടെന്ന് വെക്കും. ഉമ്മയുടെ ഖിദ്മത്തിന് വേണ്ടി ആ വലിയൊരു മർത്തബ മാറ്റിവെച്ചു അദ്ദേഹം.
ആദ്യം മരിച്ചത് ഉമ്മയായിരുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും സഹാബിയാകാൻ കഴിയില്ല. ഈ സഹാബി ഉഹദ് യുദ്ധത്തിൽ വിശ്വാസങ്ങളുടെ പല്ല് പോയി എന്നറിഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് ഏത് യാത്രാ സംഘം യമനിലേക്ക് വന്നാലും അദ്ദേഹം ആ സംഘത്തിനോട് ചെന്ന് ചോദിക്കും, നിങ്ങൾ മദീനയിൽ നിന്ന് വന്നവരാണോ? മദീനയിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കും, നിങ്ങൾ നബിയെ കണ്ടോ? നബിയെ കണ്ടിട്ട് വരുന്നവരാണോ? ആണെന്ന് പറഞ്ഞാൽ അവരെ ചെന്ന് ആലിംഗനം ചെയ്യും. ഉഹുദ് രണാങ്കളത്തിൽ ഹബീബിന്റെ പല്ല് പോയി എന്നറിഞ്ഞാൽ ഈ മനുഷ്യൻ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കല്ലെടുത്തിട്ട് അവിടുത്തെ സ്വന്തം പല്ലുകൾ ഇങ്ങനെ തല്ലി പൊട്ടിച്ച് വീഴ്ത്തുകയാണ്. തിരുനബിക്കില്ലാത്ത പല്ലിന് എനിക്കും വേണ്ട. ഇതെന്തൊരു സ്നേഹമാണ്! ഇതെന്തൊരു സ്നേഹമാണ്!